ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ക്യാരറ്റും ഈന്തപ്പഴവും മഞ്ഞളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി ലേഹത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മഞ്ഞളിലും ഈന്തപ്പഴത്തിനും ക്യാരറ്റിനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ലേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണിത്. ഇതെല്ലാവരും ഓരോ ദിവസം ഓരോ ടീസ്പൂൺ വീതം കഴിക്കുന്നത് എല്ലാവർക്കും തന്നെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റുള്ള ഒന്നാണ്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ ഈ ഒരു ലേഹം വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിതാ ഒരു കിലോ മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മഞ്ഞളായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ക്യാരറ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 കിലോ ഈന്തപ്പഴം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈന്തപ്പഴം എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കിലോ ഈന്തപ്പഴം എടുത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ 1/2 കിലോ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കിലോ ശർക്കരയും കൂടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് ചുടുവെള്ളത്തിൽ അങ്ങനെ കുതിർത്താനായിട്ട് വെച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അരഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 പാല് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് എടുത്തിട്ടുള്ള ശർക്കര ആണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മഞ്ഞളായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ധൈര്യത്തിൽ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ മഞ്ഞൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ലേഹം ഉണ്ടാക്കുക എന്നുള്ളത്. നല്ല അടിപൊളി മഞ്ഞളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിതൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ വേരൊക്കെ ഒഴിവാക്കിയിട്ട് ആണ് ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞളാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവ രണ്ടും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 4 വിസിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മഞ്ഞളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മഞ്ഞളും ക്യാരറ്റും ഒരുമിച്ചാണല്ലോ ഇട്ടുള്ളത്. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്നൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വന്നിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ടൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന ഉരുളിയിലേക്ക് തന്നെയാണ് ഇത് അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനും മഞ്ഞളും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ രണ്ടും അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു തേങ്ങാപ്പാലും ഈന്തപ്പഴവും ക്യാരറ്റും മഞ്ഞളും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ.
ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ ഒരു ശർക്കരയും ഈന്തപ്പഴവും ക്യാരറ്റും മഞ്ഞളും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരണം. അപ്പോൾ ഇതിൻ്റെ നമ്മളുടെ ഈ ഒരു ലേഹം പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലേഹം ഉണ്ടാക്കാൻ അത്യാവശ്യം സമയമെടുത്തിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് കേട്ടോ. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം സമയമെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി ഹെൽപ്പ് ചെയ്യാവുന്നത് നല്ലതാണ്. മാറി മാറി ഇളക്കി കൊടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് കയ്യിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ചേർത്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ സിനമൺ പൗഡർ ഉണ്ടല്ലോ, പട്ട, അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലേഹത്തിൻ്റെ കൺസിസ്റ്റൻസി ആയി കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനിടയിൽ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ബദാം ഉണ്ട്, എൻ്റെ കയ്യിലുള്ളത് ബദാമായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ പിസ്ത എന്ന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലേഹമൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നീക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കാണണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് ഏകദേശം നമ്മളുടെ ലേഹം സെറ്റായി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ കുറുകി വന്നതിന് ശേഷം നമ്മളൊരു ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ രീതിയിൽ ഇങ്ങനെ കാണും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലേഹം റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ലേഹം ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനും. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഈ ഒരു മഞ്ഞൾ അടങ്ങിയിട്ടുള്ള കുർക്കുമിന്. ആൻറ്റി ഓക്സൈഡാണത്. അപ്പോൾ നമ്മളുടെ ലേഹം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഒരു നല്ല ബൗളിലേക്ക്, ഒരു കണ്ടെയ്നറിലേക്ക് ഇതിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ഈർപ്പമില്ലാത്ത സ്പൂണ് വെച്ചിട്ട് നമ്മൾക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ദിവസം 1 ടീസ്പൂൺ വീതം 2 നേരം അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു നേരമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ലേഹമാണിത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ.